ഹായ് ഫ്രണ്ട്സ്, മയമിയ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു അടിപൊളി പിസ്സയാണ്. സൂപ്പർ പിസ്സ. അതായത് ചീസൊന്നുമില്ലാതെ നാച്ചുറലായിട്ടും ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പിസ്സ. അത് രണ്ട് രീതിയിലാണ് ഞാൻ പിസ്സ ചെയ്യാൻ പോകുന്നത്. ഒന്ന് എഗ്ഗ് പിസ്സയും ഒന്ന് പ്രോൺസ് പിസ്സയും. രണ്ടും ഒരേ ഇൻഗ്രീഡിയൻസിലാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ചീസൊന്നും വേണ്ട. ചീസ് ഇല്ലാതെ തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ടോ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രത്തോളം ടേസ്റ്റാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണേ. നമ്മളൊരു ബൗൾ എടുത്തു. ഇതിലോട്ട് 1/4 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ചെറിയ ചൂടുവെള്ളം കുറച്ചൊഴിച്ച് ഇത് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് മാറ്റി വെക്കണം. നന്നായി മിക്സ് ചെയ്തു. ഇത് അടച്ച് വെച്ചു. അപ്പോൾ നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തു. അതിലോട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 സ്പൂൺ പഞ്ചസാര ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. 1/2 സ്പൂൺ ബട്ടർ ചേർത്തു. ബട്ടർ ചേർത്താൽ നല്ല സ്മൂത്ത് കിട്ടും, അതുകൊണ്ടാണ് ബട്ടർ ചേർത്തത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ഇതിലോട്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ ഇങ്ങനെ പൊടി മാറ്റിയിട്ട് വേണം, നടുക്കോട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മൾ, അതായത് കയ്യിലൊഴിച്ചാലും പൊള്ളരുത്, ആ രീതിയിൽ വേണം ചൂടുവെള്ളം എടുക്കാൻ. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മാവ് കുഴച്ച് യോജിപ്പിക്കണം. നല്ല കുഴച്ച് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇത് തൊടുമ്പോൾ തന്നെ അറിയാം, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കരുത്. നന്നായിട്ട് ഹാർഡായിട്ടല്ല കേട്ടോ, നന്നായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ മാവ് കുഴച്ച് വെക്കാൻ. ഈ രീതിയിൽ നമുക്ക് 1/2 മണിക്കൂറാണ് ഇത് മാറ്റി വെക്കേണ്ടത്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഏത് എണ്ണയായാലും കുഴപ്പമില്ല ഒന്ന് തടയി കൊടുക്കാം. കാരണം ഇതിരിക്കും തോറും ഡ്രൈ ആകും മാവ്. നമ്മൾ തുണിയൊന്നും നനച്ചിടുന്നില്ല, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി ഇനി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഇനി നമ്മൾ പിസ്സ സോസിന് വേണ്ടി അടുപ്പത്തോട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തു. ഗ്യാസ് ഓൺ ചെയ്തു. ചൂടായി വന്നിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ നമ്മൾ 50 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് 5 വെളുത്തുള്ളിയാണ്, പൊടി പോലെ അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ പച്ചമണം മാറണം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഇത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി. ഇനി നമുക്കിതിലോട്ട് 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റാം. ബ്രൗൺ കളറൊന്നും ആകണ്ട, നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്തിൽ മാത്രം മാറിയാൽ മതി. ഈ സമയത്ത് 2 തക്കാളി, ഞാൻ മീഡിയം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തു. അത് നന്നായിട്ട് വഴറ്റാം. ഇതിലോട്ട് നമ്മൾക്ക് ഗരം മസാല 1 നുള്ളിട്ട് കൊടുക്കാം. 3/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഇതും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. അതിൻ്റെ പച്ചമണം മാത്രം മാറിയാൽ മതി. ഈ രീതിയിലായാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒത്തിരി ഒന്നും മുരിഞ്ഞു പോകരുത്. ഇത് നമ്മൾക്കൊരു ജാറിലോട്ട് അരച്ചെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഈ മിക്സ് എല്ലാം കൂടി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ അരയണം. നല്ല കുഴമ്പ് പാകത്തിന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഈ സമയത്താണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ മിക്സിലോട്ട് 2 ടേബിൾ സ്പൂണാണ് ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾക്ക് ആവശ്യം 3 മുട്ടയാണ്. 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബൗളിലോട്ട് നമ്മൾക്ക് പൊട്ടിച്ചിടാം. 3 മുട്ടയാണ് ഞാൻ, എഗ്ഗ് പിസ്സയാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി,
അതിലോട്ട് 1/4 സ്പൂണ് നമ്മൾ ഇടിച്ച മുളകാണ്, വറ്റൽ മുളക് ഇടിച്ചതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഫോർക്ക് വെച്ചാണ് മിക്സ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ സ്റ്റൗവിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തു. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. ഈ ഫ്രൈ പാനിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ എഗ്ഗ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൊരിയട്ടെ. ഇനി ഈ സമയത്ത് 3 സവാള വട്ടത്തിലരിഞ്ഞതാണ്. ഇത് നമ്മൾക്കിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇത് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡിയായി. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മൾക്ക് വൈറ്റ് സോസാണ് ഉണ്ടാക്കേണ്ടത്. വൈറ്റ് സോസിന് വേണ്ടി ഞാൻ ഫ്രൈ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. അതിലോട്ട് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തു. ഈ സമയത്ത് നമ്മൾക്ക് 4 ടേബിൾ സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലോട്ട് മൈദ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഈ സമയത്ത് നമ്മൾക്ക് 1 ഗ്ലാസ് പാൽ ഇതിലോട്ട് ചേർക്കണം. തിളപ്പിച്ചാറ്റിയ പാലാണ്. ചൂടുപാൽ ഒഴിച്ച് കൊടുക്കരുത്, തണുത്ത പാലാണ്. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് ഇതേ കുഴമ്പ് പാകത്തിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് പാകം. ഇതുപോലെ ഇരിക്കണം, നല്ല കൊഴുമ്പ് പോലെ ഇരിക്കണം. ഇപ്പോൾ നമ്മൾക്കിതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം ചൂടാറുന്നവരെ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദമാവ് തുറന്ന് നോക്കാം. ദേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയായി. നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ച് കൊടുത്തതിന് ശേഷം അതുമേ തൊട്ട് നോക്കുമ്പോൾ നല്ല പഞ്ഞി പോലെയായി. ഇതുപോലെ സ്പോഞ്ച് പോലെ ഇരിക്കും. ബട്ടർ ചേർത്തത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് വന്നത്. നമ്മൾ ഓവൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് പിസ്സ ചെയ്യുന്നത് ഓവനിലാണ്. ഓവൻ്റെ പാനിലോട്ട് മാവിട്ട് കൊടുത്തു. നന്നായിട്ട് പരത്തി, നല്ല തിന്നായിട്ടിരിക്കണം, അത്രത്തോളം നന്നായിട്ട് പരത്തി ഇതുപോലെ അരികിലോട്ടൊക്കെ കയറ്റി വെച്ചിട്ട് വേണം, ഈ തിന്നായിട്ട് വേണം ഇത് എടുക്കാൻ. ഇതുപോലെ ഇരിക്കണം. നമ്മൾ എത്ര തിന്നായിട്ട് വെച്ചാലും കുക്ക് ചെയ്യുമ്പോൾ അത് പൊങ്ങി വരും, നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇത് റെഡിയായി. നമ്മളിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിസ്സ സോസാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പിസ്സ സോസ് ഇട്ട് കൊടുത്തു. ഇതെല്ലായിടത്തോട്ടും നമ്മൾ നന്നായിട്ട് തേച്ച് കൂട്ടണം. ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് എഗ് ഓംലെറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കാം, അമർത്തി വെക്കാം. അതിനുശേഷം വീണ്ടും ഈ സോസ് ഇതിൻ്റെ മേലിൽ ഒന്നും കൂടി തേച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തോട്ടും തേച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾക്ക് ക്യാപ്സിക്കം ഒരെണ്ണം വെച്ച് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചീസൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെയെല്ലാമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടാണ്. സവാള, വട്ടത്തിലരിഞ്ഞ സവാള ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് തക്കാളി, ഒരു 4 തക്കാളി, 4 പീസാക്കി വെച്ച് തക്കാളി വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ വൈറ്റ് സോസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വൈറ്റ് സോസ് ഭയങ്കര ടേസ്റ്റാണ്. വൈറ്റ് സോസ് ഈ സോസുകൾ രണ്ടും ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ ടേസ്റ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ ചീസിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞത്. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഒരു നുള്ളു കുരുമുളക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളക്, നല്ലതായിട്ട് പൊടിഞ്ഞിട്ടില്ല, വറ്റൽമുളക് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓവനിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഓവനിലോട്ട് 180 ഡിഗ്രിയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇത് കുക്കായിട്ട് വരാൻ 15 മിനിറ്റാണ് ഞാൻ ടൈമർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തുറന്ന് നോക്കി. നല്ല പൊങ്ങി, നല്ല സ്പോഞ്ച് പോലെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള ഒരു പിസ്സ നമ്മൾ റെഡിയാക്കി. എഗ്ഗ് പിസ്സ. ഇത് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകൂ. അത്രത്തോളം ടേസ്റ്റാണ്. ഞാൻ പറയുന്നത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി തീർച്ചയായും നിങ്ങൾ നോക്കണം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു
പിസയാണ് സിമ്പിളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോൺസ് പിസയാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പ്രോൺസ് എടുക്കാം. ഒരു 50 ഗ്രാം എടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് യോജിപ്പിക്കണം. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കി എടുക്കണം. എപ്പോഴും തീ സിമ്മിലോട്ടിടണം. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ പ്രോൺസ് പിസയ്ക്ക് വേണ്ടി ഓവൻ പാൻ എടുത്തു. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ വെച്ച് കൊടുത്തു. തിന്നായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തി ഈ അരികിലോട്ടെല്ലാം നന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ മൈദ താഴോട്ട് പോരും. അതുകൊണ്ട് ഇതുപോലെ വെക്കണം. ഇനി നമ്മൾക്ക് നമ്മുടെ സോസ് ഇട്ട് കൊടുക്കാം. പിസ്സ സോസ് അത് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തോട്ട് യോജിപ്പിച്ചു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തോട്ടും വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ സവാള ഇതുപോലെയാണ് വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ നമ്മുടെ വൈറ്റ് സോസ് അതിൻ്റെ മീതയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എല്ലായിടത്തോട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോൺസും കൂടി ഉണ്ട്. അതും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളു കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ചതച്ച വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിലാണ് വെച്ച് കൊടുക്കുന്നത്. 15 മിനിറ്റാണ് ടൈമർ വയ്ക്കുന്നത്. നമ്മൾക്കിത് റെഡിയാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ അടിപൊളി ഒരു പിസ്സ, പ്രോൺസ് പിസ്സ റെഡിയായി. ചീസില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണിത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രത്തോളം ടേസ്റ്റാണ് ഇതിന്. ഇത് നമ്മൾ സാധാരണ കടകളിൽ നിന്നെല്ലാം മേടിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ അടിവശം ഹാർഡായിരിക്കും. ഇത് വളരെ സോഫ്റ്റാണ്. ഇതുപോലെ സ്പോഞ്ച് പോലെ ഇരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ എഗ്ഗ് പിസ്സയും പ്രോൺസ് പിസ്സയും റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് ഷെയർ ചെയ്യണേ. മായാമിയ കിച്ചൻ്റെ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.